ഹായ് എവരിവൺ, ഫ്യൂച്ചറിൽ നിന്നും RRP ആണ്. നമ്മുടെ എൻട്രൻസ് ഫീൽഡിൽ ടീച്ചേഴ്സിൻ്റെ ഇടയിലും അതുപോലെ ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും പേരൻസിൻ്റെ ഇടയിലുമൊക്കെ നടക്കുന്ന വലിയൊരു ചർച്ചയുണ്ട്. MBBS അല്ലെങ്കിൽ നീറ്റ് എക്സാം അതൊരു ഓവർ ഹൈപ്ഡ് കോഴ്സ് അല്ലേ? 5 വർഷം പഠിച്ചു കഴിഞ്ഞാൽ അയാൾ ഡോക്ടർ ആയാൽ തന്നെ അയാൾക്ക് തുച്ഛമായ സാലറി ആണല്ലോ കിട്ടുന്നത്. ഇനി വലിയൊരു ഡോക്ടർ ആവണമെങ്കിൽ MDയും ചെയ്ത് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് എടുക്കണ്ടേ? മാത്രമല്ല, നമുക്കറിയാം നീറ്റ് എന്ന് പറയുന്നത് ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാമാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ റിപ്പീറ്റ് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു, അങ്ങനെ പല വർഷങ്ങൾ മാറ്റി വെക്കുന്നു. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇന്ന് ഇതിനെപ്പറ്റിയാണ് എൻ്റെ വിദ്യാർത്ഥികളോടും എന്നെ കേൾക്കുന്ന പേരൻസിനോടും എനിക്ക് സംസാരിക്കാനുള്ളത്. ആക്ച്വലി മനസ്സിലാക്കുക, ഡോക്ടർ എന്ന് പറയുന്നത് നമ്മളൊരു ദൈവതുല്യമായി കാണുന്ന ജോലിയാണ്. ഡോക്ടർ ആവുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള ഒരു ഭാഗ്യവുമല്ല, അതെല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ജോലിയുമല്ല എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ആക്ച്വലി അതെന്ന് പറയുന്നത് ഒരു സ്ട്രഗിളിങ് തന്നെയാണ്. ഉറപ്പായിട്ടും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, കഷ്ടപ്പെടേണ്ടി വരും, എല്ലാ ജോലിയും പോലെ തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഡോക്ടർ ആവുക എന്നത് മികച്ചവരിൽ മികച്ചവർക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ ആ വിദ്യാർത്ഥികൾ 1-2 വർഷം അതിനുവേണ്ടി മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ കുട്ടികൾ അങ്ങനെ വർഷങ്ങൾ മാറ്റി വെക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡോക്ടർ ആവുക എന്നത് അവരുടെ ചെറുപ്പകാലം തൊട്ടേയുള്ള വലിയൊരു പാഷനാണ്. കാരണം അവർക്ക് തന്നെ അറിയാം, ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പം ടൈം നോക്കാതെ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഡ്യൂട്ടി 2 മണി വരെ ആയിരിക്കും, ചിലപ്പോൾ രാത്രി 8 മണി വരെ പണിയെടുക്കേണ്ടി വരും. ഇതറിഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ കുട്ടികളെല്ലാവരും ഡോക്ടർ ആകണം, അതാണ് എൻ്റെ പാഷൻ, എൻ്റെ മുമ്പിൽ വരുന്ന സാധാരണക്കാരായ പേഷ്യൻസിനെ എനിക്ക് ട്രീറ്റ് ചെയ്യണം, എൻ്റെ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന അവരുടെ അതിയായ ആവേശവും ആഗ്രഹവുമാണ്. റിപ്പീറ്റ് ചെയ്തിട്ടും അവർക്ക് MBBS അല്ലെങ്കിൽ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ചാൻസ് കൂടി എടുത്താലോ, അവരുടെ ആ സ്വപ്നമാണ് അവരെ കൊണ്ട് ആ തീരുമാനം എടുപ്പിക്കുന്നതെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. അതുമാത്രമല്ല, നമുക്കറിയാം, നമ്മുടെ പല വിദ്യാർത്ഥികളോടും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, ഡോക്ടർ ആവുക എന്നുള്ളത് അവരുടെ പാഷനാണ്. അതോടൊപ്പം തന്നെ അവർ കഴിഞ്ഞ 1 വർഷക്കാലം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവർ കട്ട് ഓഫിലേക്ക് എത്തിയില്ല. നമുക്കറിയാം, ഓരോ തവണയും എക്സാം മാറി മറിയുകയാണ്. ചില തവണ എക്സാം ഈസി ആയിരിക്കും, ചിലപ്പോൾ എക്സാം കുറച്ച് ഡിഫിക്കൽട്ട് ആകുന്നു, അല്ലെങ്കിൽ നടന്ന എക്സാം ക്യാൻസൽ ചെയ്തിട്ട് റീനീറ്റ് നടക്കുന്നു. നന്നായി പഠിച്ചൊരു വിദ്യാർത്ഥി പോലും ചിലപ്പോൾ അവരുദ്ദേശിച്ച പോലൊരു കട്ട് ഓഫിലേക്ക് അവൻ എത്താൻ പറ്റിയിട്ടുണ്ടാവത്തില്ല. അല്ലെങ്കിൽ അവൻ പെർഫോമൻസ് ചിലപ്പോൾ ആ ഒരു 3 മണിക്കൂർ ആ എക്സാം ഹാളിൽ അവന് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുകയില്ല. ഇതൊക്കെ ആ സമയത്തെ ഒരു മെൻറ്റാലിറ്റിയാണ് അവനെ എക്സാം വെൽ പ്രിപ്പയർഡായിട്ട് വെൽ പെർഫോമർ ആക്കാൻ സഹായിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ വർഷം തന്നെ നീറ്റ് ക്യാൻസൽ ചെയ്ത് ഒരു റീനീറ്റ് നടന്നു. അപ്പം നമ്മുടെ പല കുട്ടികളും ഡീമോട്ടിവേറ്റഡ് ആയിട്ടുണ്ടാവാം. ആ കുട്ടി ചിന്തിക്കുകയാണ്, നമ്മുടെ സിസ്റ്റത്തിൻ്റെയൊക്കെ ചെറിയൊരു പോരായ്മയാണല്ലോ എനിക്ക് ഡോക്ടർ ആവാൻ പറ്റാഞ്ഞത്, സോ എനിക്ക് റീനീറ്റും ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് റിപ്പീറ്റ് ചെയ്ത് ഡോക്ടർ ആവണം എന്ന് ആ കുട്ടി വിചാരിക്കുന്നതിൽ, ആ കുട്ടി അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിൽ നമുക്ക് അവനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? പക്ഷേ എനിക്ക് ഈ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നമ്മൾ പാഷനേറ്റ് ആയിരിക്കണം, നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം. പിന്നെ മക്കളെ, കഴിഞ്ഞ വർഷം പേരൻസിനോടുമാണ് ഞാൻ പറയുന്നത്, നമ്മുടെയൊക്കെ കുട്ടികൾ കഴിഞ്ഞ വർഷം നന്നായി റിപ്പീറ്റ് ചെയ്ത് വളരെ സീരിയസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അവരുദ്ദേശിച്ചൊരു കട്ട് ഓഫിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവത്തില്ല. മേ ബി ലാക്ക് ഓഫ് കോൺസെപ്റ്റ് ക്ലാരിറ്റി എന്ന് നമ്മൾ ടീച്ചേഴ്സ് പറയാറുണ്ട്. അതായത് അവർക്ക് ചിലപ്പോൾ ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്ക്, ഞാനൊരു ഫിസിക്സ് അധ്യാപകനാണ്, അപ്പോൾ ഞാൻ ഫിസിക്സ് കണക്ട് ചെയ്ത് തന്നെ സംസാരിക്കാം. ഒരു പ്രോബ്ലം വരുന്നു, അവർക്ക് ആ പ്രോബ്ലം വായിച്ചു, അവർക്ക് മനസ്സിലായി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടി, അവിടെ ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അറിയാം. പക്ഷേ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നില്ല. എവിടെയാണ് പ്രശ്നം? കോൺസെപ്റ്റ് ക്ലാരിറ്റിയാണ്. അവർ ഓൾറെഡി അറ്റൻഡ് ചെയ്ത ക്ലാസ്സിനേക്കാൾ ഉപരി അവർ അറ്റൻഡ് ചെയ്ത രീതികളിലുള്ള പ്രശ്നം. ചിലപ്പോൾ അവർക്ക് വേണ്ടത്, ആ ഒരു പർട്ടിക്കുലർ കുട്ടിക്ക് വേണ്ടത് 1-to-1 അറ്റൻഷൻ ആയിരിക്കും. ചിലപ്പോൾ അവരുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ കിട്ടുന്ന ഒരു നല്ല മെൻറ്റർഷിപ്പ് സപ്പോർട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ അവരുടെ ലൈഫിൽ എവിടെയൊക്കെയോ ചില ലാക്സ് സംഭവിച്ചിട്ടുണ്ട്. ഈ കാരണത്താലൊക്കെ ആയിരിക്കാം നമ്മുടെ കുട്ടി അല്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി അവൻ ഉദ്ദേശിച്ചൊരു സ്കോറിലേക്ക് എത്തിപ്പെടാത്തത്. ഇത് മാത്രമല്ല, കുട്ടികൾ തന്നെ അവരെപ്പറ്റി സ്വയം ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും.
ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവത്തില്ല. അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ച ടോപ്പിക്കുകളിലെ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റിയുടെ ഇഷ്യൂസ് അവർ ഫേസ് ചെയ്തിട്ടുണ്ടാവാം. അതേപോലെ തന്നെ നമുക്കറിയാം, ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് ഈ വിദ്യാർത്ഥികളുടെ സൈഡിൽ നിന്ന് ഒരു ആസ് എ ടീച്ചർ നമുക്ക് അവരെ പറ്റി ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു ഫിസിക്സ് അധ്യാപകനാണ്, ഒരു വർഷം ഞാൻ ഫിസിക്സ് മാത്രമാണ് പഠിക്കുന്നത്. പക്ഷേ MBBS പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏതാണ്ട് 80ഓളം ചാപ്റ്ററുകൾ ഈ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. +1 +2 കംപ്ലീറ്റ് സിലബസ് ഒരു വർഷം കൊണ്ടാണ് ഈ വിദ്യാർത്ഥി പഠിക്കുന്നത്. ചിലപ്പോൾ ആ കുട്ടി ഉദ്ദേശിച്ച പോലെ പ്രോപ്പറായിട്ട് ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ ഇഷ്യൂ കാരണം സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ആ കുട്ടിക്ക് വന്നിട്ടുണ്ടാവാം. മാത്രമല്ല, നമുക്കറിയാം ഏതൊരു വിദ്യാർത്ഥിയോടും നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ നന്നായിട്ട് കോൺസെപ്റ്റ് പഠിക്കുകയും ചാപ്റ്റർ പ്രോപ്പറായിട്ട് റിവ്യൂ ചെയ്ത് എല്ലാ അനാലിസിസും നടത്തുന്നതോടൊപ്പം തന്നെ വേണ്ടൊരു കാര്യമാണ് പ്രോപ്പറായിട്ടുള്ള റിവിഷൻ. ചിലപ്പോൾ കുട്ടി എക്സാംസ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, എക്സാമിന് വേണ്ടി എല്ലാം അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടാവും, കൂടുതൽ കാര്യങ്ങളും കോൺസെപ്റ്റുകളും ഒക്കെ അവൻ ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ആ കുട്ടിക്ക് നല്ലൊരു റിവിഷൻ സ്ട്രാറ്റജി കിട്ടിയിട്ടുണ്ടാവില്ല. ഇതും ആ കുട്ടിയുടെ ബെറ്റർ സ്കോറിലേക്ക് എത്തിക്കുന്നതിൽ ഒരു ഘടകമാണ്. അപ്പോൾ ആ കുട്ടിക്ക് ആ ബെറ്റർ റിവിഷൻ പ്ലാൻ കിട്ടിയിട്ടില്ലെങ്കിലും അവൻ അവിടെ ഫെയിൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്, ഇത്രയും വലിയൊരു ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥി നിർബന്ധമായും നമ്പർ ഓഫ് മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ചിലപ്പോൾ ഒരു പക്ഷേ ആ വിദ്യാർത്ഥി കഴിഞ്ഞ വർഷം അറ്റൻഡ് ചെയ്ത മോക്ക് എക്സാമിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. ഇനി വേണ്ടത്ര മോക്ക് എക്സാം എഴുതിയെന്ന് തന്നെ വിചാരിക്കുക. നമ്മൾ മോക്ക് എക്സാം എഴുതുക എന്ന് പറയുന്നത് ഒരു വഴിപാട് കഴിക്കുന്നത് പോലെ ഒരു ചടങ്ങിന് വേണ്ടി ചെയ്യരുത്. ആ എക്സാം എഴുതിയതിന് ശേഷം പ്രോപ്പറായിട്ട് ആ എക്സാമിനെ നമ്മൾ തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യണം. എനിക്ക് ഫിസിക്സിന് എത്ര സ്കോർ കിട്ടി, അല്ലെങ്കിൽ എനിക്ക് എത്ര നെഗറ്റീവ് അവിടെ വന്നു, ബയോളജിയിൽ എനിക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റി, എൻ്റെ പ്രീവിയസ് എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മാർക്ക് കൂട്ടുകയാണോ ചെയ്തത് അതോ എൻ്റെ മാർക്ക് കുറയുകയാണോ ചെയ്തത്. ഇങ്ങനത്തെ സെൽഫ് ഇവാലുവേഷൻസ് നടത്തുക. അതിലൂടെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ അനലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി കുറവുള്ള നമ്മുടെ വീക്ക് പോയിൻ്റ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഒരു പക്ഷേ എൻട്രൻസ് ഈ കഴിഞ്ഞ വർഷം കിട്ടാത്ത വിദ്യാർത്ഥി ഇങ്ങനത്തെ സില്ലി മിസ്റ്റേക്കുകളായിരിക്കും അവൻ്റെ ലൈഫിൽ വരുത്തിയിട്ടുണ്ടാവുക. അത് അവൻ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. എന്നിട്ട് ആ കുട്ടി ഡിസൈഡ് ചെയ്യുകയാണ്, ഒരു വർഷം കൂടി ഈ മിസ്റ്റേക്കൊക്കെ മാറ്റി ഞാനൊന്ന് ട്രൈ ചെയ്യാം. നമുക്കൊരിക്കലും ആ കുട്ടീനെ തെറ്റ് പറയാൻ പറ്റില്ല. അതേപോലെ നമുക്കറിയാം, ഈ വലിയൊരു കോമ്പറ്റീറ്റീവ് എക്സാമാണ് നീറ്റും ജെയും ഒക്കെ നമുക്കറിയാം. നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു മെൻ്റൽ പ്രഷറുണ്ട്. പേരൻസ് ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എൻ്റെ സ്കോർ എത്തുമോ, എൻ്റെ സ്വപ്നങ്ങൾ എനിക്ക് ഈ ഒരു വർഷം തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഈ ഒരു കൺസേൺ കാരണം അവരൊരു പ്രഷർ അനുഭവിക്കുന്നുണ്ട്. ഈ എക്സാം ഹാളിലേക്ക് പോകുന്ന കുട്ടിയുടെ അവസ്ഥ ആ കുട്ടിക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ഈ വർഷത്തെ ഒരു കുട്ടിയുടെ അവസ്ഥ എടുത്താൽ, അവരൊരു നീറ്റ് എഴുതി, അത് ക്യാൻസൽ ചെയ്തു, റീനീറ്റ് കൂടി എഴുതേണ്ടി വന്നു. ഉറപ്പാണ് ആ വിദ്യാർത്ഥി ടോട്ടലി എക്സോസ്റ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതും അവൻ്റെ മാർക്കിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആ കുട്ടി തീരുമാനിക്കുകയാണ്, എനിക്കൊന്ന് റിപ്പീറ്റ് ചെയ്യണം. ആ കുട്ടിയെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഈ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടിയോടും അവരുടെ പേരൻസിനോടും ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കും ഈ കേൾക്കുന്നത് തന്നെ, നിങ്ങൾ ഹൈലി പാഷനേറ്റ് ആയിരിക്കണം. ഹാർഡ് വർക്ക് ചെയ്യാനും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ എക്സാം പ്രഷറൊക്കെ താങ്ങാൻ പറ്റാതെ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു കട്ട് ഓഫിലേക്ക് എത്തണം, അതിനുവേണ്ടി ഞാനൊരു ശ്രമം എടുത്താലോ എന്ന് നിങ്ങൾ ചിന്തിച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇനിയും പഠിക്കാൻ പോകുന്ന ആ സ്ഥാപനത്തിൻ്റെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അങ്ങനെ ഒരു തീരുമാനം എടുക്കാം. അതൊരു വലിയ തെറ്റാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയുകയില്ല. പക്ഷേ എൻ്റെ വിദ്യാർത്ഥികളോട്, അവരുടെ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, എസ്പെഷ്യലി റിപ്പീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു സെക്കൻഡ് ചാൻസ് എടുക്കുകയാണ്. പലരും പറയുന്ന പോലെ തന്നെ 2 വർഷം നമ്മൾ മാറ്റി വെക്കുകയാണ്. നമ്മുടെ രണ്ടാമത്തെ ട്രൈ ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ, അതിനുവേണ്ടി ഒരു സ്ഥാപനം നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ, ഉറപ്പായിട്ടും നിങ്ങൾ ആ സ്ഥാപനത്തിനെ പറ്റി വിലയിരുത്തണം. ആ സ്ഥാപനത്തിലെ അധ്യാപകർ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ്, ആ സ്ഥാപനത്തിലെ അധ്യാപകരുടെ പ്രീവിയസ് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ അവരുടെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ സ്ഥാപനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി, നമ്മൾ അവർക്ക് വേണ്ടി ഡെയിലി എക്സാംസ് ഒക്കെ ഓഫർ ചെയ്യാറുണ്ട് പല സ്ഥാപനങ്ങളും. ആ എക്സാമിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെ നിങ്ങൾ നോക്കിയതിന് ശേഷം വേണം നിങ്ങൾ അങ്ങനെ ഒരു സ്ഥാപനം ചൂസ് ചെയ്യാൻ.
അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ പലരും നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കൺസേൺ ആണ് അവർക്കുണ്ടാവാൻ പോകുന്ന ഫിനാൻഷ്യൽ ബർഡൻ. ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ പേരൻസ് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അവരിലേക്ക് ഒരു വലിയ ഫിനാൻഷ്യൽ ബർഡൻ വരാതെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റണം. ഇന്ന് നമുക്കറിയാം ഒരുപാട് അഫോർഡബിൾ ഫീസിൽ, പ്രത്യേകിച്ച് നിങ്ങൾ ഓൾറെഡി ഒരു നീറ്റ് എക്സാം എഴുതിയ വിദ്യാർത്ഥികളാണ്. അപ്പോൾ നിങ്ങളുടെ ആ നീറ്റിൻ്റെ മാർക്കൊക്കെ വെച്ചിട്ട് 100% സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഇന്ന് അവൈലബിൾ ആണ്. റിപ്പീറ്റ് ചെയ്യുക എന്നത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ മിസ്റ്റേക്കുകൾ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസായി നിങ്ങൾ കാണരുത്. നമ്മൾ വരുത്തിയ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി ഇത് നിങ്ങൾക്കുള്ള ഒരു സെക്കൻഡ് ചാൻസായി കണ്ടുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ ഡ്രീമിലേക്ക്, നിങ്ങളുടെ പാഷൻ അച്ചീവ് ചെയ്യാനുള്ള പുതിയൊരു അവസരമായി കാണുക. ഓൾ ദി വെരി ബെസ്റ്റ്.